ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നാം ഇവിടെ വായിപ്പാനായിട്ട് ഇടയായത്. പ്രൈസ് ഗോഡ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചന ഭാഗമാണല്ലോ നാം വായിച്ചത്. സ്തോത്രം. അതിൻ്റെ 1-2 വാക്യങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ടായിട്ട് നാം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പല മെസ്സേജുകൾ ആ ഭാഗത്തു നിന്ന് നമുക്ക് കേൾപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. എങ്കിലും ആ 2-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദമാണ് ദൈവഹിതം. സ്തോത്രം. എത്ര പേർക്ക് ആ വാക്ക് താല്പര്യമുണ്ട്? ദൈവഹിതം, വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലേ? സ്തോത്രം. പലപ്പോഴും ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആലോചന കേൾക്കാൻ പോകുന്നത് ഒക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് അറിയുന്നതിനു വേണ്ടിയാണ്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഹിതം എന്നുള്ള വിഷയം. ഈ ലേഖനം എഴുതുന്ന കർത്തൃഭൃത്യൻ സ്തോത്രം ഈ റോമിലെ ദൈവസഭയോട് താൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്തോത്രം ഇവിടെ എഴുതിയത്. ഏതാണ്? ദൈവത്തിൻ്റെ ഹിതം. നാം ഇന്നൊരു പാട്ട് പാടിയില്ലേ? ആ പാട്ടിൽ പ്രകാരമാണ് യേശു മതി. അടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ്? യേശു മതി, തൻ ഹിതം മതി അല്ലേ എന്ന് പറയാൻ ആ പാട്ടിൽ തന്നെ പ്രാരംഭത്തിനകത്ത് അതുകൊണ്ട് യേശു മതി, തൻ ഹിതം മതി. പിന്നെ അടുത്തെന്താണ്? നിത്യ ജീവൻ മതി. യേശു മതി, ദൈവഹിതം മതി, ഈ ലോകത്തിലെ സമ്പത്ത് മതി എന്നല്ല പറഞ്ഞത്. പിന്നെന്ത് മതി എന്ന് പറഞ്ഞത്? ലാസ്റ്റ് നിത്യ ജീവൻ മതി. ആ ഹിതം, ആ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാര്യങ്ങൾ ഉയർത്തി. നിത്യജീവൻ. കുഞ്ഞുങ്ങളെ ശ്രദ്ധി, നിത്യജീവൻ മതി അല്ലേ? പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. നമ്മുടെ കൊയർ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാടി. അവരൊക്കെ ഒരു താങ്ക്സ് അവർ ഓർക്കേണ്ടതാണ്. യും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം. ദൈവജനമേ, നാം ഏവരും ദൈവത്തിൻ്റെ ഹിതം അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യേ നാം ചോദ്യം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഉത്തരം കാണാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഇതിൻ്റെ ആ ഹിതം, വാട്ട് ഈസ് യുവർ വിൽ? നിൻ്റെ ഇഷ്ടം എന്താ? ഞാൻ ഈ കഷ്ടത സഹിക്കുന്നത്, ഈ പ്രതിസന്ധി സംഭവിക്കുന്നത്, ഈ നിന്നയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇത് ദൈവം നിൻ്റെ ഹിതമാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ? പലപ്പോഴും വെറുപ്പും പരിഹാസവും നിന്നയും ഒക്കെ നാം അനുഭവിക്കുന്നവരാ. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, എൻ്റെ ഹിതത്തിന് 3 പ്രത്യേകതകളുള്ളത്. അല്ലെ 3 സ്വഭാവ സവിശേഷതകളാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഏത് കൊച്ചുകുട്ടി വായിച്ചാലും ആ കുട്ടിക്ക് അതിനകത്തൊന്ന് പ്രസൻറ്റ് ചെയ്യുവാൻ കഴിയുന്ന നിലയിൽ എഴുതിയിരിക്കും. എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ ഹിതത്തെ പറ്റി പറയുന്ന കാര്യം എന്നാണ് എഴുതിയിരിക്കുന്നത്? അതിന് നന്മയുണ്ട്. ഇറ്റ്സ് എ ഗുഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും എന്തായിരിക്കും? നല്ലതായിരിക്കും. സ്തോത്രം, നല്ലതായിരിക്കും. പലപ്പോഴും നാം പറയും, അയ്യോ, ഈ പ്രതിസന്ധി എനിക്ക് വേണ്ട. നാം പാട്ട് പാടിയപ്പോൾ എന്താ പാടിയത്? സ്തോത്രം, ക്രൂശ് മതി. അതിലൊരു വാക്കിലെ യെസ്, യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി. പറഞ്ഞാട്ടെ, പാസ്റ്റർക്കല്ല ക്രൂശ്, പാസ്റ്റർക്കല്ല, ക്രൂശ് മതി എനിക്ക്. നല്ലൊരു ആരാധന സെക്ഷൻ ദൈവം നമുക്ക് നൽകി അല്ലേ? അപ്പോൾ ആ ക്രൂശ് മതി എനിക്കെന്ന് പറഞ്ഞ് അടുത്തതാണ് പറയുന്നത് നിൻ്റെ ഹിതം മതി എന്ന് കേട്ടോ. അങ്ങനെയല്ലേ? അടുത്ത സെൻസിലാണ് ആ ഹിതം മതി എന്നുള്ള സ്റ്റാൻസ് കയറി വരുന്നത്. അപ്പോൾ ക്രൂശ് മതി എന്ന് പറഞ്ഞേച്ച് ഹല്ലേലൂയ, ഈ ക്രൂശ നിനക്കെന്ന് പറയുമ്പോൾ മതി കർത്താവെ, ഹിതം വെട്ടിയേച്ച് പറയും മതി എന്ന് പറഞ്ഞേക്കരുത്. ഇത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കും. നമുക്കൊക്കെ ദൈവം ഓരോ കുരിശുകൾ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭർത്താവ് ചിന്തിക്കരുത് എൻ്റെ ഭാര്യയായിരിക്കും എൻ്റെ കുരിശ്, ഭാര്യ ചിന്തിക്കരുത് എൻ്റെ ഭർത്താവായിരിക്കും കുരിശ്, മക്കൾ ചിന്തിക്കരുത് അപ്പന, ഓപ്പോസിറ്റും ചിന്തിക്കാൻ ഇടവരരുത്. സ്തോത്രം. പല നിലയിലുള്ള കുരിശുകൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഒരുവൻ തൻ്റെ ക്രൂശും എടുത്ത് എൻ്റെ പുറകെ വരുന്നില്ല എങ്കിൽ അവൻ എൻ്റെ എന്താ ചെയ്യാൻ കഴിയുകയില്ല? എൻ്റെ ചുറ്റിനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ക്രൂശിനകത്ത് എന്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്? ദൈവത്തിൻ്റെ ഹിതം ഒളിഞ്ഞു കിടപ്പുണ്ട്. ക്രൂശി ചുമന്നുകൊണ്ട് കാൽവറിയിലോളം നമുക്ക് വേണ്ടി കഷ്ടത
സഹിക്കുമ്പോഴും അതേ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, ആമേൻ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം ഇത് ആണെങ്കിൽ അത് നിവർത്തീകരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു ഇത് അനുഭവിച്ച് നമ്മോട് പറയുന്നത് എന്തെന്നറിയാമോ? പലപ്പോഴും നമുക്ക് ഭാരമെന്ന് തോന്നുന്ന, പ്രതിസന്ധി എന്ന് തോന്നുന്ന, സഹിപ്പാൻ കഴിയുകയില്ലെന്ന് പറയുന്ന ആമേൻ വിഷയത്തിൻ്റെ മധ്യേ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ മതി. ആമേൻ, ഹല്ലേലൂയ. തൻ്റെതല്ലാത്ത കാരണത്താൽ നമുക്ക് വേണ്ടി ആമേൻ, ഹല്ലേലൂയ, ക്രൂശും എടുത്ത് അവനത് സഹിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, എൻ്റെ പ്രാണനാഥന്, എൻ്റെ ഉടയവന് ആ ക്രൂശ് സഹിക്കാമെങ്കിൽ ആമേൻ, എനിക്ക് എന്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച കുരിശ് സഹിപ്പാൻ കഴിയുന്നില്ല? ആമേൻ, ക്രൂശ് നിനക്ക് നൽകിയവൻ അത് സഹിപ്പാനുള്ള ഒരു കൃപ അവൻ നൽകുന്ന ദൈവമാകുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ ആമേൻ, ക്രൂശ് ഉള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേ, സ്തോത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, അപ്പോൾ ആ ക്രൂശിന് ഒരു ഹിതത്തിൻ്റെ പ്രത്യേകത, ഒന്ന് നന്മതയാണ്, രണ്ട് എന്താണ്? പ്രസാദമാണ്. പ്രസാദമുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് ഇതാണ്, സ്തോത്രം, അക്സെപ്റ്റബിൾ എന്നുള്ള ഒരു പദമാണ്, സ്വീകാര്യമായ ഒരു പദമാണ്. മൂന്നാമത് പെർഫെക്ഷൻ, പൂർണ്ണതയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞേ? പൂർണ്ണതയുണ്ട്, പെർഫെക്റ്റ് ആയിരിക്കും. ആമേ, പലപ്പോഴും നാം പറയും, ഈ രോഗം എനിക്ക് തന്നേച്ച അത് പെർഫെക്റ്റ് ആണോ എന്ന്. ദൈവം നീ എന്താ പറയുന്നത്? അപ്പോൾ സ്വർഗം പറയും, ഈ രോഗത്തിൽ കൂടെ നിന്നെ ഞാൻ കടത്തി വിടുമ്പോൾ ആമേൻ, നിന്റെ വിശ്വാസം അത് പെർഫെക്റ്റായി മാറുകയാണ്. ആമേൻ, ഈ പ്രതിസന്ധിയിൽ കൂടെ നിന്നെ ഞാൻ കയറ്റി വിടുമ്പോൾ, ഈ തീയുടെ ശോധനയിൽ കൂടെ ഞാൻ നിന്നെ കയറ്റി വിടുമ്പോൾ ഒരു പക്ഷെ നീ പറയും, ആമേൻ, ഇതിനെ ദഹിപ്പിക്കുമെന്ന്. ഇല്ല, ആ തീയ്ക്ക് നിന്നെ തൊടുവാൻ കഴിയുകയില്ല. പക്ഷേ അതിനകത്ത് എൻ്റെ ഒരു ഹിതമുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹിതമാ. അത് വെളിപ്പെട്ട് വരുമ്പോൾ നീ നല്ല മുത്തായി പുറത്തു വരും. ആമേൻ. അപ്പൊ ഹിതത്തിനകത്ത് എന്തുണ്ട്? പെർഫെക്ഷനുണ്ട്. ആമേൻ. എന്നാൽ ഈ വചനത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. സ്തോത്രം. ഇത് രണ്ട് തരം ഹിതമാ ഈ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. അവിടേക്ക് നിന്ന് നമ്മുടെ കണ്ണുകളൊന്ന് പെട്ടെന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗ്രഹിപ്പാനായിട്ട് കഴിയും. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒരു മിനിറ്റ് നിന്നാട്ടെ. മോഷ്ടിപ്പാനും, ശ്രദ്ധിക്കണമേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഹലോ, അത് വളരെ നല്ല രീതിയിൽ ഈ ഓൾ നൈറ്റ് പ്രയറിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ ഞാൻ പറഞ്ഞു, നിങ്ങൾ മെഡിറ്റേഷൻ, വചനം വായിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അവരൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരൊക്കെ എന്ത് ചെയ്തു? വചനം ഷെയർ ചെയ്തു. എപ്പോൾ? പുലർച്ചെ 2 മണിക്ക്. പുലർച്ചെ 2 മണിപ്പോൾ ക്ലോസ് ചെയ്തു. അതിന് മുന്നേ അവരൊക്കെ എന്ത് ചെയ്തു? വചനം പറഞ്ഞു. എനിക്കും കൂടെ ഒരു എൻകറേജായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കികൾ തന്നെയാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവരാരും കഴിവില്ലാത്തവർ നമ്മുടെ മതിയില്ല. എല്ലാവർക്കും നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ. സ്തോത്രം. അപ്പോൾ ആ വാക്യത്തിലേക്ക് ഒന്ന് വായിച്ചാട്ടെ. 10-10 മറന്നു പോകരുത്. രണ്ട് തരം ഹിതങ്ങളുണ്ട്. അത് ഈ യോഹന്നാൻ 10-10 പെട്ടെന്ന് ഓർത്തിരിക്കാം നമുക്ക്. എന്താണ്? മോഷിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ എന്തു ചെയ്യുന്നില്ല? കള്ളൻ വരുന്നില്ല. ഒരു നിമിഷം അവിടെ നിൽക്കണമേ. അപ്പോൾ കള്ളന്റെ ഇഷ്ടമാണ്. ഈ കള്ളൻ എന്ന് പറയുന്നത് ആരെ പറ്റിയാണെന്ന് നമുക്ക് മനസ്സിലായി. ആരെ പറ്റിയ? പിശാചിനെ പറ്റിയ. അപ്പോൾ പിശാചിന്റെ ഇഷ്ടമുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. പിശാചും തന്നാലാവുന്നത് പരിശ്രമിക്കുക, തൻ്റെ ഇഷ്ടം ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടത്തണം. ഇവിടെ തൻ്റെ ഇഷ്ടം നടത്തണമെന്ന പിശാചിന്റെ ഹിതം കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഈ പുള്ളിക്ക് യാതൊരു വിധം മടിയുമില്ല. അവൻ ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? കർത്താവിനോട് ചേർന്നിരിക്കുന്നതിനെ ഉന്നം വെച്ച് അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാ ഈ പിശാചിന്റെ ഹിതം. അതിലും 3 കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? എന്താണ്? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. റോമർ 2:12 പറഞ്ഞ എന്താണ്? നന്മയും പ്രസാദവും പൂർണ്ണ. അവിടെയും എത്രയാ? നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? ദൈവഹിതത്തിലും 3 കാര്യങ്ങളുണ്ട്. ഇവിടെ അതാ സാത്താൻ്റെ
വിൽ ഓഫ് ഡെവിൾ, അവിടെയും എന്തുണ്ട്? 3 things are there. എന്തൊക്കെയാണ് അത്? ഇംഗ്ലീഷിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകും. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. അറപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറക്കുക എന്നതാണോ? കിൽ എന്ന. വെരി ഗുഡ്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? കിൽ എന്നുള്ളൊരു പദമാണ്, കൊല്ലുക. അടുത്ത പദം എന്താണ്? മുടിക്കുക. മുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയ്, നശിപ്പിക്കുക. കേട്ടോ? സാത്താൻ തൻ്റെ പരിശ്രമങ്ങൾ മുഴുവനും എന്താണ്? ഒരു ദൈവ പൈതലിനെ മുടിച്ച് കളയണമെന്ന അവൻ്റെ ഇഷ്ടം. ആമേൻ, ഹല്ലേലൂയ. അവന് ഉള്ളതെല്ലാം കൊള്ളയടിക്കണമെന്ന അവൻ്റെ ഇഷ്ടം. ആമേൻ, സ്തോത്രം. അവനെ അറുപ്പാൻ, അവനെ കൊല്ലണമെന്നാണ്, നിത്യ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകണമെന്ന സാത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം അങ്ങനെയല്ല തൻ്റെ പൈതലിനെ പറ്റി ആഗ്രഹിക്കുന്നത്. അടുത്ത ഭാഗം അതിൻ്റെ വായിച്ചാട്ടെ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നതിൻ്റെ പുറകെ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഒരു ഹിതമുണ്ട്, അത് വെളിപ്പെടുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഹിതം എന്താണ്? അവർക്ക് ജീവനുണ്ടാകണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ പകൽ ജീവനില്ലാത്തൊരു നാള് നമുക്കുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? മിഥ്യാമൂർത്തികളെ ആരാധിച്ച് നടന്നപ്പോൾ, സമുദായത്തെ ആരാധിച്ച് നടന്നപ്പോൾ, പൗരോഹിത്യത്തിൻ്റെ പുറകെ നടന്നപ്പോൾ, കൂദാശകൾ പുസ്തകത്തിൽ നോക്കി ചൊല്ലിയ നാളുകളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവത്തിൽ നിന്നകന്ന് ജീവനില്ലാതെ അവൻ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. എന്നാൽ കാലാകാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നിയപ്പോൾ തൻ്റെ പുത്രനായ യേശുവിൽ കൂടെ ജീവൻ പ്രാപിപ്പാൻ തൻ്റെ ഹിതത്തിനായി സ്വർഗം നമ്മെ വിളിച്ചു വേർതിരിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്? ജീവൻ ഉണ്ടാകുവാൻ. ശ്രദ്ധിക്കണമേ, വിഷയത്തിൻ്റെ മധ്യേ ഞെരുക്കം പെടുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്, ആമേൻ, ഹല്ലേലൂയ, ഇവിടെ ഞാൻ തകർന്നു പോകുമെന്ന്, ഈ രോഗം എന്നെ കൊണ്ടുപോകുമെന്ന്, ഈ വിഷയത്തിൻ്റെ മധ്യേ എനിക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയില്ലെന്ന് നീ ചിന്തിക്കേണ്ട. നിനക്ക് ജീവൻ, ഹല്ലേലൂയ, ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിന്നോടുകൂടെയുണ്ട്. ഈ പകൽ ഏത് പ്രതിസന്ധിയിലാണ് നീ തകർന്നെന്ന് തോന്നുന്നത്, മനസ്സ് ക്ഷീണിക്കുന്നത്, ആമേൻ, വിഷയത്തിന് മറുപടി ഇല്ലാത്തത്, അതിൻ്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, എൻ്റെ ഒരു ഹിതം നിന്റെ ഈ കഷ്ടതയുടെ മധ്യയുണ്ട്, അത് നീ ജീവൻ പ്രാപിപ്പാനാ. ആമേൻ, സ്തോത്രം. നീ നശിച്ചു പോകുവാനോ നീ മുടിഞ്ഞു പോകുവാനല്ല. പിന്നെ ആമേൻ, സ്തോത്രം, നിന്റെ നിന്ദയെ ഉരുട്ടി മാറ്റി, നിന്റെ പ്രതിസന്ധിയെ മാറ്റി, ആമേൻ, നിന്ദിച്ചവരുടെ മധ്യേ നിന്റെ ജീവനുള്ള ദേഹിയായി നിലനിർത്തണമെന്ന് തന്നെയാ ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ജീവൻ ഉണ്ടാകുവാനും, എങ്ങനെയുള്ള ജീവനാ? എബണ്ടന്റ്ലി, സമൃദ്ധിയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈപിടിച്ച് പറയാമോ? ആമേൻ, ഹല്ലേലൂയ. സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ കരച്ചിലും ഈ വിഷമമൊക്കെ വരുന്നത്, കേട്ടോ. ആമേൻ, സ്തോത്രം. ദൈവം പറഞ്ഞു, ഓൾറെഡി അവിടെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി തന്നിരിക്കുക നമുക്ക്, കേട്ടോ. ഗോഡ് റിവീൽഡ് ഹിസ് വിൽ ടുവേർഡ്സ് ചർച്ച്. ചർച്ചിനോട് സ്വർഗം പറയുന്നു, എനിക്ക് നിങ്ങളെ പറ്റിയൊരു ഹിതമുണ്ട്. ആമേൻ, സ്തോത്രം. അത് നിങ്ങളെ അടിക്കാനോ, നിങ്ങളെ തല്ലാനോ, നിങ്ങളെ കൊല്ലാനോ, നിങ്ങളെ മുടിച്ചു കളയാനോ, നിങ്ങൾക്കുള്ളതെല്ലാം കൊള്ളയടിച്ച് എൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവരുവാനല്ലെന്നേ. പിന്നെയോ നിങ്ങൾക്ക് ജീവനുണ്ടായി. അതെങ്ങനെയുള്ള ജീവനാ? ദൈവ പൈതലെന്ന് പറഞ്ഞാട്ടെ, സമൃദ്ധിയായ ഒരു ജീവൻ. ആമേൻ, ഈ പകൽ നമുക്ക് ആനന്ദിപ്പാൻ വകയുണ്ട്. ഒന്നുമില്ലെങ്കിലും ആമേൻ, ഹല്ലേലൂയ, അതിനെ മധ്യേ പറയാൻ കഴിയണം, എനിക്ക് സമൃദ്ധിയായി ജീവൻ നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇതാ നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയില്ലാത്തവരെ കിടന്ന് ഇങ്ങനെ മോങ്ങുന്നത്, പട്ടി മോങ്ങുന്നത് പോലെ ഇങ്ങനെ മോങ്ങുന്നത്, പട്ടി കയറി കിട്ടും ഇങ്ങനെ മോങ്ങുന്നുണ്ട്. അതുപോലെ നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, പാസ്റ്റർ ഇങ്ങനെയാ, ശരിയാ.
അപ്പോൾ ഈ പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുന്നത്, പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്, കേട്ടോ, തളർന്നു പോകുന്നത്, വിശ്വാസം ക്ഷീണിച്ചു പോകുന്നത്, ഹൃദയം മന്ദീഭവിച്ചു പോകുന്നത്, പല പല പദങ്ങൾ വേദപുസ്തകത്തിലുണ്ടെന്നേ. ഇതൊരു കലവറയാണ്, വല്ലപ്പോഴൊക്കെ വായിച്ചു നോക്കണം. ഇതിനകത്ത് വലിയ കലവറയാണ്. സ്തോത്രം. ഹൃദയം ക്ഷീണിച്ചു പോകുന്നത്, വിശ്വാസത്തിൽ തകർന്നു പോകുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? ജീവൻ നൽകുന്നവൻ കൂടെയുണ്ടെന്ന് മറന്നു പോകുമ്പോഴാ. എന്നാൽ സ്വർഗം പറയുന്നു, ഇസ്രായേലോട് പറഞ്ഞത് പ്രകാരമാ, മരുഭൂമിയിൽ ജീവൻ പകർന്നു നൽകുന്നവൻ നിന്നോട് കൂടെ നടന്നപ്പോൾ. നാം എപ്പോഴും പറയുന്നതാ, 40 സംവത്സരം നിന്റെ വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ മുൻപടയായി പിൻപടയായി എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ നിന്നില്ലേ? കഴിഞ്ഞ നാളിലെ കഷ്ടതയിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ഈ ദിവസങ്ങൾ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ മകത്ത് നിനക്ക് വേണ്ടി ജീവൻ പകർന്നു തരുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ശക്തനായ ദൈവമാ. ആത്മാവിലൊന്ന് പ്രതികരിച്ച് ആമേൻ ഹല്ലേലൂയ ഒന്ന് ബലം പ്രാപിച്ചാട്ടെ, ദൈവശക്തി പ്രാപിച്ചാട്ടെ. അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. ഈ ജീവൻ കൊടുക്കുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്. അടുത്ത വാചകം എന്താണ്? 10:11 വായിച്ചാട്ടെ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും മതി. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ ഈ ഇടയൻ തൻ്റെ ജീവൻ എന്ത് ചെയ്യുക? കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ വില കൊടുക്കാൻ മടിയില്ലാത്തവനാ നാം ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോന്നിനും സ്വർഗ്ഗം എണ്ണീട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ കൃഷ്ണമണിക്ക് ഒരു കേട് പറ്റുവാൻ, അതിനൊരു മങ്ങൽ പറ്റുവാൻ ദൈവ പൈതലെ അതിന് ഹല്ലേലൂയ ശത്രു അതിന്മേൽ അവകാശം ചൊല്ലുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. നിന്നെ സ്വർഗം വിട്ടു കൊടുക്കുകയില്ല. യേശു പത്രോസിനോട് പറഞ്ഞതാ, പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചതാ നിന്നെ പാറ്റിക്കളയുവാൻ. എങ്ങനെയാ? കോതമ്പ്. പക്ഷെ ഞാൻ അനുവാദം കൊടുത്തില്ല. കാരണം നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുക, ഞാൻ നിന്നെ എനിക്ക് വേണ്ടി നിർത്തിയിരിക്കുക. ഈ പകൽ ദൈവ പൈതലെ ചിന്തിച്ചു. കഷ്ടത വന്നപ്പോൾ സകലതും തീർന്നു എന്ന് ചിന്തിച്ചിട്ടും ഇത്രത്തോളം നാം പറയാറില്ലേ, എങ്ങനെ നടന്നു എന്നറിയത്തില്ല. ഈ ആലയത്തിൻ്റെ ഈ പണിയൊക്കെ നടക്കുമ്പോൾ നാം പറഞ്ഞു ഒന്നുമില്ല, പക്ഷെ വിശ്വാസത്തിൽ തുടങ്ങി കൺവെൻഷൻ തുടങ്ങി നടന്നു. സ്തോത്രം. ഇതുപോലെ ആ ദൈവജനത്തിൻ്റെ കാര്യം. കാരണം എന്തെന്നറിയാമോ? എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാ. സ്തോത്രം. അക്കരെ നിന്ന് എനിക്ക് മണി ഓർഡർ വരുമെന്നുള്ള വിശ്വാസത്താലല്ല നമ്മൾ ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി കരുതുന്ന പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിൻ്റെതാണോ? നീ ഇവിടെ ഇരുന്നാൽ മതി, നിനക്കുള്ള മണി ഓർഡർ ഇവിടെ വരും. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പം ഭാരപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നാൽ മതി എന്നാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം 1-2 കാര്യങ്ങൾ വായില ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെ ലളിതമെന്ന് തോന്നുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. കറിക്കരയ്ക്കാൻ തേങ്ങ ഇവിടെ ഇരുന്ന് കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ കൊച്ചമ്മ ഒരു നിർബന്ധം, കുറച്ച് തേങ്ങ മേടിച്ചേച്ചു വാ. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോകണമോ? സ്തോത്രം. എൻ്റെ ഒരു കാര്യം പറഞ്ഞ കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുറച്ച് തേങ്ങ മേടിച്ചു കൊണ്ടുവന്നു. എവിടുന്ന തേങ്ങ മേടിച്ചു? എവിടുന്ന് തേങ്ങ ഞാൻ മേടിച്ചു കൊണ്ടുവന്നു. തേങ്ങ മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഞ്ചി നിറയെ തേങ്ങയുമായി ദൈവത്തിൻ്റെ കാക്ക വാതിൽ വന്ന് നിൽക്കുക. നിങ്ങൾക്കെന്ത് മനസ്സിലായി? ഈ തേങ്ങ കിട്ടുന്നതിന് 2 ദിവസം മുന്നേ കുമ്പളങ്ങ കഴിഞ്ഞു. എൻ്റെ കാര്യം പറയുക കേട്ടോ. പാസ്റ്റർ, ഈ കുമ്പളങ്ങയുടെ തേങ്ങയുടെ കാര്യമൊക്കെ വിട്ടുകളാന്ന്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടണേ. ഈ കുമ്പളങ്ങ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ കുമ്പളങ്ങ പല വെറൈറ്റി കറികളാണ് വെക്കുന്നത്. കുമ്പളങ്ങ തോരൻ, കുമ്പളങ്ങ മോരൊഴിച്ച കറി, കുമ്പളങ്ങ തേങ്ങ അരച്ച കറി. അപ്പോൾ പെട്ടെന്ന് കുമ്പളങ്ങ ക്ഷാമം വന്നു.
അങ്ങനെ കുമ്പളങ്ങ കഴിഞ്ഞ് ആ കുമ്പളങ്ങ മേടിച്ചു കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങളുടെ മുഖത്ത് നമ്മൾ അല്പം താമസിക്കും. ദൈവഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മേടിച്ചു കൊണ്ടുവന്ന് പിറ്റേ ദിവസം കാലത്ത് ജസേച്ചി വന്നിട്ട് തട്ടേച്ച്, പാസ്റ്ററെ കുമ്പളങ്ങ. ഞാൻ കയ്യിലെ കാശ് വെറുതെ കടക്കാരന് കൊടുത്തു കേട്ടോ. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാ. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഇരുന്നാൽ മതി, കൊടുക്കാനുള്ളത് ദൈവം കയ്യിൽ തരും. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ മതി. ആമേൻ, ഹല്ലേലൂയ. ഈ പുസ്തകം എടുത്തിട്ട് ആമേൻ, ഹല്ലേലൂയ, ഇന്നുവരെയും ഒരുത്തനും മുഖത്തും നോക്കിയിട്ടില്ല. ആമേൻ, സ്തോത്രം, ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. 98 ഇറങ്ങിയതാണ്. അന്ന് ചെറിയ ഒരു സൂട്ട് കേസ്, ആമേൻ, ചെറിയ ഒരു കാർഡ്ബോർഡ് പെട്ടി, അതിനകത്ത് 2 ആമേൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രവും ഒരു ചെറിയ കുക്കറും, ആമേൻ, കുറച്ച് പിഞ്ഞാണമൊക്കെ ആയിട്ട് ഞങ്ങൾ സ്തോത്രം നോർത്ത് ഇന്ത്യയിലേക്ക് വണ്ടി കയറിയതാണ് സെപ്റ്റംബർ മാസത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് കാലത്ത് ആ യാത്ര ഓർക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. 2 രാത്രിയും 2 പകലും, 3-ാമത്തെ പകലാണ് അവിടെ എത്തുന്നത്. മരുസാഗർ എക്സ്പ്രസ്സിൽ രത്ലാം എന്ന് പറയുന്ന സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ആമേൻ എന്നോട് പറഞ്ഞു, ഇത്ര സമയമാകുമ്പോൾ വരും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, രാത്രി മൊത്തം ഉറക്കം വിളിച്ചിരുന്നു. കാരണം ഈ സ്റ്റേഷൻ വരുന്നത് പുലർച്ചെ 3 മണിക്കാണ്. എങ്ങാനും ഉറങ്ങിപ്പോയാൽ പിന്നെ ഈ വണ്ടി ചെന്ന് കയറുന്നത് ജയ്പൂരാണ്, രാജസ്ഥാനിലെ ജയ്പൂർ. അതുകൊണ്ടാണ് മരുസാഗർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ വണ്ടിയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ രത്ലാം സ്റ്റേഷൻ പിടിക്കുന്നത് രാത്രി പുലർച്ചെ 3 മണിക്കാണ്. സ്തോത്രം. 2.5 വയസ്സുള്ള ജോയിൽ എൻ്റെ കയ്യിലുണ്ട്, കൊച്ചമ്പയും ഉണ്ട്. ഞാനിങ്ങനെ സൈഡ് സീറ്റിൽ ഇങ്ങനെ നല്ല തണുപ്പും തണുത്ത കാറ്റടിച്ച് ഇങ്ങനെ തോർന്നിരിക്കുക. ഇപ്പോൾ സ്റ്റേഷൻ വരും, ഇപ്പോൾ വരും, ഉറങ്ങിപ്പോയാൽ പെട്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സ്റ്റേഷൻ വന്നു. ആമേ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ എത്തലാം എഴുതിയിട്ട് അങ്ങനെ ചാടി ഇറങ്ങി അവിടെ ഇറങ്ങിയതാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിയിട്ടും കർത്താവ് ഇന്നയും ജീവപര്യന്തം നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ഒരൊറ്റ കാര്യം ആ സ്നാനപ്പെടുത്തുമ്പോൾ പറഞ്ഞത്, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീ ജീവൻ്റെ കിരീടം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിനകത്ത് ആമേ നിനക്കുള്ളതെല്ലാം അതിനകത്തുണ്ട്. നീ ആരുടെ കുമ്പളങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, തേങ്ങയുണ്ട് എന്ന് പറയാൻ നിന്റെ തലമുറയ്ക്കുള്ളത് പോലും സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. നീ ഭാരപ്പെടേണ്ട കേട്ടോ. ആമേ സമയാസമയങ്ങളിൽ നിന്നെ പുലർത്തുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു നല്ല നാഥന്റെ സാന്നിധ്യം ഈ പകൽ അനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അവൻ നിന്നെ അനാഥയായി കൈവിടുന്ന ദൈവമല്ല. ഉറ്റവർ തള്ളിക്കളയട്ടെ, മറ്റുള്ളവർ നിന്ദിക്കട്ടെ, ആമേൻ, ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ അത്യന്തപരമായി സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ച ആ വേദഭാഗത്തിലേക്ക് നാം ഇപ്രകാരമാണല്ലോ വായിച്ചത്. 10:11 ആ ഇടയൻ എന്തു ചെയ്യുന്നു? ആമേൻ, തൻ്റെ ജീവനെ പോലും കൊടുക്കുവാൻ, തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മോട് വായിച്ചത്. ഇനി അതിന് മറ്റൊരു വശത്തേക്ക് വായ്പ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. 2 പത്രോസ് 1-ാം അധ്യായം 10-11 തിരുവചന ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഈ 10-ന്റെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചത്, സമൃദ്ധിയായിട്ട് ജീവൻ നൽകാൻ, എബണ്ടൻലി ലൈഫ് എന്ന സമൃദ്ധിയായിട്ട് ജീവൻ നൽകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ ഈ ദൈവഹിതം എന്നുള്ളത് നമ്മുടെ നിത്യജീവനാണ് കേട്ടോ. സ്തോത്രം. ദൈവഹിതം എന്താണ്? എൻറ്റയർ, അല്ലെങ്കിൽ നമ്മുടെ ആ ദൈവത്തിൻ്റെ ആ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ നിത്യതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം. അതിനകത്ത് കയറി വരുന്ന പല ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ദൈവം മീറ്റ് ചെയ്തോളും. അതെല്ലാം ദൈവം മീറ്റ് ചെയ്യുവാനായിട്ട് മതിയായ ദൈവമാണ് അല്ലേ. കനാനിലോട്ട് വിളിച്ചപ്പോൾ അവിടെ അവർക്ക് പല കാര്യങ്ങളും സമയങ്ങളിൽ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും ദൈവം കുറവ് വരുത്തിയില്ല. കുറവ് വരുത്തിയോ? ഒന്നിനും കുറവ്. പിന്നെന്തിനാ കരയുന്നേ? പിന്നെന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ? അബേ സ്തോത്രം. ഭാരപ്പെടേണ്ടെന്നേ. അവ ഒന്നിനും കുറവ് വരുത്താതെ നിന്നെ കൊണ്ടുപോകുന്ന ദൈവമാണ്. ഇവിടെ വായിച്ചു, ആ ദൈവഹിതം ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അതിൻ്റെ 10-ാമത്തെ തിരുവചന ഭാഗം ഇപ്രകാരം, അതുകൊണ്ട് സഹോദരന്മാരെ, എന്താ വായിച്ചത്? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം.
എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ സഹോദരങ്ങളും ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം. മറുവശം, ദൈവം വിളിക്കാതെ തെരഞ്ഞെടുക്കാതെ ആരും ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടില്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. ദൈവം തെരഞ്ഞെടുക്കാതെ, സ്തോത്രം, ദൈവം വിളിക്കാതെ ആരും വന്നിട്ടില്ല. ദൈവത്തിനൊരു കോളിങ് നിങ്ങളുടെ മേലുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറും കൈയോടെ വന്നതല്ല, മറ്റുള്ളവർ പുഷ് ചെയ്തപ്പോൾ ഇവിടെ വന്നതല്ല, പാസ്റ്റർ ഫോൺ ചെയ്തപ്പോൾ വന്നതല്ല, മറിച്ച് ദൈവം വിളിച്ചത് കൊണ്ട് വന്നതാ. ദൈവം വിളിക്കാതെ ആർക്കും ആ സമുദായം വിടാൻ പറ്റുകയില്ല. അതിൻ്റെ ബന്ധനം അത്ര അധികമായിരുന്നു. അതിൽ നിന്ന് വിടിവിച്ച് അവൻ കൊണ്ടുവന്നതാണെന്നേ. അതിനകത്ത് കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരിക്കൽ കൂടെ ഒന്ന് ഉറപ്പാക്കിക്കൊള്ളുക. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ചെയ്താൽ, സ്തോത്രം, അണ്ടർലൈൻ ചെയ്യേണ്ട വേടാട്ടോ. ഹല്ലേലൂയ. ഇഫ് യു ഡു ഇൻ സച്ച് എ വേ, ഈ നിലയിൽ നീ ചെയ്താൽ, ഏത് നിലയിൽ? അനുദിന ജീവിതത്തിൽ ദൈവം എന്നെ വിളിച്ചുവോ, ദൈവം എന്നെ തിരഞ്ഞെടുത്തോ എന്ന് വ്യക്തിപരമായി ഉറപ്പാക്കണം. പാസ്റ്ററല്ല വിശ്വാസികൾ ഉറപ്പാക്കേണ്ടത്. ആരാണ്? ഓരോ വിശ്വാസിയും അവർ ദൈവസന്നിധിയിൽ ഇരുന്ന്, ദൈവമേ നീ എന്നെ വിളിച്ചുവോ എന്ന് ഉറപ്പാക്കണം, ദൈവമേ നീ എന്നെ തിരഞ്ഞെടുത്തുവോ എന്ന് ഉറപ്പാക്കണം. മറുവശം, ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഈ ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിക്കാൻ പോകുമ്പോൾ സാധാരണ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആദ്യം നമുക്കൊരു റിട്ടൺ എക്സാം ഉണ്ടാകും. അതിനുശേഷം ഒരു പേഴ്സണൽ ഫിസിക്കൽ ഇൻ്റർവ്യൂ കാണും. ഇൻ്റർവ്യൂ കൊടുക്കണം. ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ വരുവാനുണ്ടായ കാരണം. പ്രൈസ് ഗോഡ്. അപ്പോൾ പറയും, പാസ്റ്റർ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ആളെന്താണ്? പുറത്ത് ബൈബിൾ കോളേജിൽ പിന്നെ പഠിക്കാൻ ആൾക്ക് പറ്റുകയില്ല. കാരണം പറഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അപ്പനമ്മയും, ചിലർക്ക് അപ്പനമ്മയും നേർന്നു, ജനിച്ചപ്പോഴേ നേർന്നു, പെട്ടുപോയി, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ബൈബിൾ കോളേജിൽ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പുറത്താണ്, അങ്ങനെയുള്ളവരൊന്നും വേലയ്ക്ക് കൊള്ളുകയില്ലെന്ന് പറയും. പിന്നെ പണ്ട് അപ്പച്ചന്മാർ പറയും, ഈ കളിയാക്കി പറയുന്ന ഒരു, കളിയാക്കില്ല, ഇങ്ങനെ കാര്യമുണ്ട് ഇതിനകത്ത്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഉറങ്ങണ സമയത്ത് പണ്ടൊക്കെ ഈ ഇടുക്കിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പത്തുനിന്ന് എന്തു ചെയ്യും, വലിയ പാണ്ടി ലോറി ഇങ്ങനെ വരും. അപ്പോൾ പാണ്ടി ലോറിയുടെ വെളിച്ചം അടിച്ചപ്പോൾ ഈ പുറത്തൊക്കെ കിടന്നിരുന്നു. ഇന്നത്തെ കാലം പണ്ട് ഈ മലമടക്ക് ഇങ്ങനെ കയറി ഇറങ്ങി ഈ പാണ്ടി ലോറിയുടെ വെളിച്ചം കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നി ദൈവം പ്രകാശിക്കുകയാണെന്ന് തോന്നി. പുള്ളി പിറ്റേ ദിവസം വേദപുസ്തകമൊക്കെ ആയിട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നു. സംഗതി പാണ്ടി ലോറിയുടെ വെളിച്ചം കണ്ടേച്ച് ബൈബിൾ കോളേജിൽ വന്നു എന്ന് പറയുന്ന ഒരു രീതി. എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചിട്ട് വന്നതല്ല, മറ്റു പല സാധ്യതകളും സാഹചര്യങ്ങളും കണ്ടേച്ച് വന്നതാണ്. പ്രൈസ്. അങ്ങനെയുള്ളത് ഒന്നിനും എന്തില്ല, നിലനിൽപ്പില്ല. അങ്ങനെയുള്ളത് 4 വർഷത്തെ കോഴ്സിൽ ആദ്യത്തെ 6 മാസത്തിലെ തട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് വരെയും തട്ടിപ്പോകാതെ, ഹല്ലേലൂയ, മുട്ടുകളൊന്നുമില്ലാതെ ദൈവം നിർത്തിയെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. നിന്നതല്ല, വിളിച്ചവൻ നിർത്തിയതാ. ആമേൻ. ഹല്ലേലൂയ. തിരഞ്ഞെടുത്തവൻ നിർത്തിയതാ. മുടിഞ്ഞു പോകാൻ സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. പ്രാണനെ ആമേൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും, നിന്ദകളേറെ ഉണ്ടായിട്ടും തകർന്നു പോകാതെ നിൽക്കുന്നത് അപ്പന്റെ മഹാകൃപ മാത്രമാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പദം ഇപ്രകാരമാണ്, ഇങ്ങനെ ചെയ്താൽ. 11ാം വാക്യം, നിങ്ങൾ എന്ത് ചെയ്തില്ല? ഒരു നാളും. പ്രൈസ്. അപ്പോൾ ഇടറി പോകാൻ ഒരു കാരണമുണ്ട്. ഈ ദൈവഹിതത്തിലേക്ക് എത്താതെ അനേകർ എന്ത് ചെയ്യുകയാണ്? ഇടറിപ്പോയി. അല്ലേ? എന്ത് ചെയ്തു? ഇടറിപ്പോയി. ശ്രദ്ധിക്കണമേ, കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയി. പക്ഷേ ചിലർ എന്ത് ചെയ്തു? തങ്ങളുടെ മേലുള്ള ആ ദൈവിക വിളിയും തെരഞ്ഞെടുപ്പും നഷ്ടമാക്കിക്കൊണ്ട് ആ 12-ൽ 10 പേര് ഒരു ആലോചന പറയുക, നമുക്കത് സാധ്യമല്ല. കേട്ടോ, ഇടർച്ച വന്നു. മുഴുവൻ ജനത്തിൻ്റെയും ഹൃദയം കലക്കി കളഞ്ഞു. ആര്? 12-ൽ 10 പേർ. അവർ പറഞ്ഞ ആലോചന എന്താണ്? അമാലിക്യ മല്ലന്മാർ, അവർ ശക്തന്മാർ, ഉയരമുള്ളവർ, അവരുടെ മുന്തിരിക്കുല 2 ആൾ എന്തു ചെയ്തു? ഒരു തണ്ടിൽ കെട്ടി ചുമന്നു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാജറേഷനായിട്ട് തോന്നാം. പക്ഷേ അത് അവിടുത്തെ ഫലഭൂയിഷ്ഠതയെ കാണിക്കുന്നു. നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യോശുവ പറയുന്നു, ആമേൻ, വിളിയുള്ളവൻ പറയുന്നു,
തെരഞ്ഞെടുക്കപ്പെട്ടവൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ദൈവം വാഗ്ദത്തം നൽകിയതാണോ നമ്മുടെ ദൈവത്താൽ അത് സാധ്യമാ. ഈ പകലിനെ ശ്രദ്ധിക്കുന്ന ചില ജീവിതങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, നീ ദൈവത്താൽ വിളിക്കപ്പെട്ടുവെങ്കിൽ, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ നിന്റെ ദൈവത്താൽ സാധ്യമാ. അടിസ്ഥാനമിടുന്നതിനെ പൂർത്തീകരിപ്പാൻ ആമേ സ്വർഗത്തിന് സാധ്യമാ. വിശ്വാസത്താൽ അടിസ്ഥാനമിട്ടു. അത് നിന്റെ അതെ ഹല്ലേലൂയ ഹയർ സ്റ്റഡീസിനുള്ള ബന്ധത്തിലാണെങ്കിലും, ഭവനം പണിയുന്ന വിഷയമാണെങ്കിലും, ബിസിനസ്സോടുള്ള വിഷയമാണെങ്കിലും, വിശ്വാസത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അടിസ്ഥാനമിട്ടു. ആമേൻ, ഹല്ലേലൂയ. നിന്നിൽ ഒരു പണി ആരംഭിച്ചവൻ അത് പൂർത്തീകരിപ്പാൻ മതിയായ ദൈവമാ. ഉടകാറിക്കമനവ ശത്തനാദല ഗൗഡകറികമാനവ ഹത്തൽ ഗൗഡക സദകാരഘടക ശസ്തി. ആമേൻ, ഹല്ലേലൂയ. ചിലവരോടായി ദൈവത്തിനാൽ വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ, അതേ ഇടറി പോകാനുള്ള സാഹചര്യം മുമ്പിൽ കടന്നു വരികയാ. പലപ്പോഴും ആമേ പല പ്രതിസന്ധികൾ കണ്ട് മനസ്സ് ക്ഷീണിച്ച് ഇടറിപ്പോയി ദൈവ സ്നേഹത്തിൽ നിന്ന് ആമേൻ അടർന്നുമാകുന്ന സാഹചര്യങ്ങൾ. എന്നാൽ സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ഞാനാണ് നിന്നെ പേർ ചൊല്ലി വിളിച്ചതെങ്കിൽ, ആമേ, നിന്നിൽ കൂടെ എന്റെ ഹിതം വെളിപ്പെടുത്തി നിന്റെ മുഖത്തെ ആദരിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ദൈവസ്ഥനിൽ ഉറച്ചുകൊള്ളുക, ദൈവസ്ഥനിൽ ബലപ്പെട്ടുകൊള്ളുക. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നതിന് മുന്നേ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുക. ഈ എബണ്ടൻലി ബ്ലെസ്സിങ് ആണ് ദൈവത്തിൻ്റെ ഹിതം കേട്ടോ. പലരും ഇടറിപ്പോകാനുള്ള ഒരു കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിത്യതയാണ് നമ്മെ പറ്റിയുള്ള ദൈവഹിതം. സ്തോത്രം. നിങ്ങൾ ആരും ചിന്തിക്കരുത് നമ്മെ പറ്റിയുള്ള ദൈവഹിതം അമേരിക്ക പോവുകയാണെന്ന് ചിന്തിക്കരുത്. നമ്മെ പറ്റിയുള്ള ദൈവഹിതം എവിടെയെങ്കിലും പോകാനുള്ള ഒരു വിസ കിട്ടുകയാണെന്നുള്ളത് ചിന്തിക്കരുത്. പ്രയോറിറ്റി അതല്ല ദൈവത്തിൻ്റെ ഹിതം. ദൈവത്തിൻ്റെ ഹിതം നിത്യതയാണ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഉണ്മാനും ഒടുപ്പാനും ഒന്നുമില്ലെങ്കിലും ആമേൻ, ഹല്ലേലൂയ, നിത്യതയിൽ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവഹിതം. അനേകർ ഇടർച്ചയായി അനേകർക്ക് അവിടെ എത്താൻ പറ്റാത്തതിന്റെ കാരണം അടുത്ത വചനം പറയുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ അടുത്ത വാക്യം 12-ാം വാക്യം. അടുത്ത വാക്യം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അപ്പോൾ സമ്പൂർണമായ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ അതേ പത്രോസ് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ അറിഞ്ഞവരും പിന്നെ ലഭിച്ച സത്യം, അത് യേശു ക്രിസ്തുവാണ്. ആ സത്യത്തിൽ നാം എന്ത് ചെയ്യണം? ദൈവമക്കളൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഉറച്ചു നിൽക്കണം. ക്രിസ്തു എന്ന പാറമേൽ അതേ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആമേൻ, ഹല്ലേലൂയ, കാറ്റും തിരമാലകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആമേൻ, അത് വീഴാതെ പതറാതെ തകർന്നു പോകാതെ ദൈവഹിതത്തിന് വേണ്ടി അത് ഉറച്ചു നിൽക്കുന്നത് പോലെ ദൈവ പൈതൽ ഉറച്ചു നിൽക്കട്ടെ. ആമേൻ, രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, കഷ്ടതയാകട്ടെ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കട്ടെ. ഒറ്റപ്പെടേണ്ട സാഹചര്യമാകട്ടെ, നിന്ന കയറി വരട്ടെ, ആമേൻ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി കയറി വരട്ടെ, അതിന്റെ മധ്യേ ആമേൻ, ഹല്ലേലൂയ, ഉറച്ചു നിൽക്കുന്നവരായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും ക്ലോസ് ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ദൈവഹിതം അത് ദിവസങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. ഇടർച്ച വരാൻ കാരണം അനേകർ ഉറച്ചു നിൽക്കാത്തതാ കേട്ടോ. ദൈവഹിതം വെളിപ്പെടാത്തതിൻ്റെ കാരണം അനേകർ ലഭിച്ച സത്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഉറച്ചു നിൽക്കുന്നില്ല. ദേ ആർ നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദെയർ ഫെയ്ത്ത്. അവിടെ വിശ്വാസത്തിൽ അവർക്കൊരു സ്ഥിരതയില്ല, കോൺസ്റ്റന്റ് ഇല്ല. അവരതിനവിടെ സ്ഥിരതയില്ല. ആമേൻ, അസ്ഥിരന്മാർ. അവർ ദൈവത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഒന്നും
പ്രാപിക്കും. വിശ്വാസത്തിൽ അസ്ഥിരന്മാരായി ഹൃദയത്തിൽ അസ്ഥിരതയിൽ ഒന്നും പ്രാപിക്കുന്നില്ല. എന്തെങ്കിലും പ്രാപിക്കണമോ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ പകൽ ആമേൻ, അറിഞ്ഞ സത്യം വേദപുസ്തകമായി കരങ്ങളിൽ ദൈവം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ ആമേൻ, ഹല്ലേലൂയ, സമ്പൂർണമായ ദൈവികം സ്വർഗം വെളിപ്പെടുത്തി തരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ കൂടെയും